ബഹുമാനീയരായ ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരൊക്കെയും എപ്പോഴും ഏതു സമയത്തും ഓരോ അത്യാവശ്യങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവരാണ്. അത് മനുഷ്യരെന്നും നിൽക്കുകയും ചെയ്യും, നിൽക്കേണ്ടവരുമാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും നാം കാത്തു നിൽക്കുന്നതായ എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്, അത് പലപ്പോഴും ലഭിക്കുവാൻ താമസിച്ച് പോകാറുണ്ട്. ചിലത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കാതെയും ഇരിക്കും. ഞാൻ ബൈബിളിലെ ചില കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോസ്തലനായ പത്രോസ്ലീഹ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ വധിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജാവ്. ഇപ്പോൾ ആ കാരാഗ്രഹത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് അദ്ദേഹത്തെ അറിയാവുന്ന മനുഷ്യർക്ക് മനസ്സിലായി. അപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവമേ, പത്രോസിനെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ, മറ്റാർക്കും കഴിയുകയില്ല എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. ഒരു കുറച്ചേറെ മനുഷ്യർ ഒരുമിച്ചിരുന്നു കൊണ്ട് അവരുടെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് അവർ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. പത്രോസിനെ രക്ഷിക്കുവാൻ ദൈവമേ, നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം രാജാവിന്റെ തടവറയിൽ രാജാവാണ് ആക്കിയിരിക്കുന്നത്. പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനെ കൊല്ലുകയും ചെയ്തു. ഒരു പ്രത്യേക ദിവസമായതിനാൽ പിറ്റേ ദിവസം പത്രോസിനെയും വധിക്കുവാനാണ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ ആ രാത്രിയിൽ അവർ ഒരുമിച്ചിരുന്ന് എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ പത്രോസിനെ കൂട്ടിയിട്ടിരിക്കുന്ന കാരാഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്ന് പത്രോസിന്റെ കാലിലെയും കൈയിലെയും ചങ്ങലകൾ അഴിഞ്ഞ് താഴെ വീണ് പത്രോസിനെ അവിടെ നിന്ന് കാവൽക്കാരുടെ മുൻപിൽ നിന്ന് അവരറിയാതെ തന്നെ പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രനായി വിടുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന. അത് യേശു പറയുന്നുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അങ്ങനെ പറഞ്ഞത് 2-3 പേർ കൂടിയിരുന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുവാനല്ല യേശു അവരുടെ മധ്യത്തിൽ വരുന്നത്. അവരുടെ ഒരാളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിറവേറുവാൻ വേണ്ടി അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ആ ആവശ്യം അവർക്ക് നിറവേറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2-3 പേർ എവിടെ എന്റെ നാമത്തിൽ കൂടിയിരുന്നാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അവിടെ പറയുവാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2-3 പേർ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയിരുന്ന് പറയുകയാണ്, എന്റെ ദൈവം അത് നടത്തി തന്നിരുന്നുവെങ്കിൽ നല്ലതാണ്, ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു
നമ്മൾ 3 പേരും അല്ലെങ്കിൽ 2 പേർ ഒരുമിച്ചിരുന്ന് ആ വിഷയം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും പ്രിയമുള്ളവരെ ദൈവം ആ വിഷയം നിറവേറ്റിത്തരും. എന്നാൽ നാം കൃഷിക്കാരാണ്. നാം കൃഷി ചെയ്യുമ്പോൾ വേനൽ വരുമെന്നും വേനൽ വന്നാൽ കൃഷി നശിച്ചു പോകും ജലമില്ലാതെ. എന്നാൽ കൃഷി നശിച്ചു പോകാതിരിക്കുവാൻ മുന്നമേ നമ്മൾ ജലസേചനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ജലം കൃഷിസ്ഥലത്ത് വരുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി നാം മുന്നമേ തന്നെ വേണ്ടതായ കാര്യങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ തീർച്ചയായും വേനൽ വരുമ്പോൾ കൃഷിയിടത്തിൽ ജലമെത്തും. ആ കൃഷി നശിച്ചു പോകുകയില്ല. ആ കൃഷി അവന് അനുഗ്രഹമായി തീരും. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രവൃത്തിയെ ദൈവം കാണുകയും അവന് തക്ക പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അതിന് ദൈവത്തിൽ വിശ്വാസം വേണം. അതിനാണ് യേശു പറഞ്ഞത്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ, അല്ലാതെ അവരുടെ പ്രസംഗം കേൾക്കുവാനല്ല എന്നുള്ളത്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു മാവ് നമ്മുടെ പുരയിടത്തിൽ നട്ടു. പിറ്റേ ദിവസം മാങ്ങ പറിക്കുവാൻ ചെന്നാൽ തീർച്ചയായും അതിൽ മാങ്ങ ഉണ്ടായിരിക്കുകയില്ല. മാവ് കായ്ക്കണമെങ്കിൽ അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്താണ് അത് ഫലം പുറപ്പെടുവിക്കുന്നതും അത് നമുക്ക് ലഭിക്കുകയും നാം അത് അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് താമസിച്ചു പോയി എന്നുള്ളത് ഓർത്ത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നാം പിന്മാറി പോകുന്നവരായിരിക്കരുത്. കാരണം പ്രാർത്ഥിക്കുന്നത് നമ്മളാണ്. നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം തരാൻ യോഗ്യനും നമ്മളത് അനുഭവിക്കുവാൻ അവകാശപ്പെട്ടവരുമായിരിക്കണം. ദൈവത്തിൽ നമുക്ക് ഉറപ്പായ വിശ്വാസമുണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തിൽ നമുക്ക് ഉറപ്പായ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും അല്പതാമസിച്ചാലും പ്രിയമുള്ളവരെ നമ്മളുടെ ആവശ്യം ദൈവം നിവർത്തിച്ച തരുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നാളെ ഇപ്പോൾ യാത്ര ചെയ്യുന്നവരാണ്. എപ്പോഴും യാത്ര എയർപോർട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ട്രെയിൻ വരുന്നതല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇത്ര സമയത്താണ്. ആ സമയത്ത് നാം അവിടെ എത്തിച്ചേരണമെങ്കിൽ ട്രാഫിക് ജാമൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ, വലിയ പട്ടണങ്ങളെ കടന്നു പോകണമെങ്കിൽ നാം കുറച്ചേറെ സമയം മുൻപ് തന്നെ യാത്ര പുറപ്പെടണമെങ്കിൽ മാത്രമേ തക്ക സമയത്ത് നമുക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന്റെ വിഷയം എത്ര വലുതാണെങ്കിലും ദൈവത്തിനത് ചെറുത് തന്നെയാണ്. ദൈവം അവനത് സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അല്പതാമസിച്ചുപോയി എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോരുന്നവരല്ലല്ലോ, യാത്ര മുടക്കുന്നവരല്ലല്ലോ. നമ്മുടെ ലക്ഷ്യം വേറെയാണ്. അവിടെ നമുക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിലുള്ള വിശ്വാസവും. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ മനുഷ്യനും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് ദൈവം മനുഷ്യന് നൽകുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ലഭിക്കും. പക്ഷേ നമുക്ക് ദൈവത്തിൽ വിശ്വാസം വേണം. വിശ്വാസമുള്ളവൻ പ്രാർത്ഥിക്കും. തീർച്ചയായും അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്യും. അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് ബൈബിളിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഓരോരുത്തരും അനുഭവിച്ചിരിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതവും നല്ല വിശ്വാസമുള്ളതായിരിക്കണം. കാരണം നാം വിശ്വസിക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ്. മനുഷ്യർക്ക് മുഴുവൻ ബൈബിൾ പറയുന്നത് പാപത്തിന്റെ പിടിയിൽ അമർന്നു കിടക്കുന്ന ഈ ലോകത്തുകൂടി ജീവിക്കുന്നവരാണ്. പാപമെന്തേ എന്ന് ചോദിച്ചെന്നാൽ ഒന്നും പറയുന്ന ഓരോ ദിവസവും പത്രങ്ങൾ വായിക്കുക. അപ്പോൾ പാപപ്രവർത്തികളാണ് മനുഷ്യനോട് ചെയ്യുന്നത് തന്നെയാണ് പാപം.
അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. സാധാരണ ആരും ചെയ്യാത്ത കാര്യമാണ്. എന്നാൽ ക്ഷണകോപം, പെട്ടെന്ന് കോപിച്ചു. അമ്മയെ തിരിച്ചറിയാൻ മേലാതെ അമ്മയെ കൊല്ലുന്നു, അപ്പനെ തിരിച്ചറിയാൻ മേലാതെ അപ്പനെ കൊല്ലുന്നു, മകനെ കൊല്ലുന്നു, മകളെ കൊല്ലുന്നു. ഇതെല്ലാം മനുഷ്യൻ അടങ്ങിയിരിക്കുന്ന അതിഭയങ്കരമായ പാപം തന്നെയാണ്. അതിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നതാണ്. അത്തരം പ്രവൃത്തികൾ മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുവാൻ ഒരു മനുഷ്യനും സ്വയം എത്ര പ്രയത്നിച്ചാലും അവന് കഴിയുകയില്ല. അവൻ എത്ര ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ധാരാളം അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും, അവരുടെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഈ കോപത്തെ ശമിപ്പിക്കുവാനോ അത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറി പോകുവാനോ പലപ്പോഴും സാഹചര്യങ്ങൾ അനുവദിക്കുകയില്ല. എന്നാൽ അത്തരം പാപങ്ങൾ മനുഷ്യനിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ വേണ്ടി മാത്രമാണ് സമാധാനത്തിന്റെ പ്രഭുവും മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരകരമായ യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതും മനുഷ്യനായി ജനിച്ച് ഭൂമിയിലേക്ക് വരികയും മനുഷ്യനോടുകൂടെ നടക്കുകയും മനുഷ്യനെ ദൈവമാരെ എന്ന് ബോധ്യപ്പെടുത്തുകയും മനുഷ്യന്റെ പാപപ്രവൃത്തി എന്താണ് എന്നവരെ മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ പാപമോചനത്തിനു വേണ്ടി കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെടുകയും മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോകുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്. ആദാമിന്റെ പാപത്തിൽ കൂടി സകല മനുഷ്യരും ഭാഗികളായി തീർന്നു. സകല മനുഷ്യരും നിത്യമരണത്തിന് യോഗ്യന്മാരായി. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ കൂടി സകല മനുഷ്യനും നിത്യമരണത്തെ നീക്കി നിത്യജീവനെ യേശു നൽകുകയാണ്. അതിനാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു 33.5 വയസ്സിൽ മരിക്കുന്നത്. നമ്മുടെയൊക്കെ യൗവനം എപ്രകാരമാണ് നാം ആഘോഷിക്കുന്നതെങ്കിൽ തീർച്ചയായും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ സന്തോഷത്തിനും സമാധാനത്തിനും അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കും വേണ്ടിയാണ് 33.5 വയസ്സായപ്പോൾ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടത്. അതോടെ നമുക്ക് കാണുവാൻ കഴിയും വിശ്വാസത്തെ പറ്റി ആ ദൈവത്തിൽ വിശ്വസിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഏതാവശ്യമാണെങ്കിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്ക് സാധിച്ചു വരുവാൻ ദൈവം ശക്തൻ തന്നെയാണ് എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതുവാൻ പഠിക്കുന്ന ഒരു കുട്ടി അവൻ അലസമായിരിക്കുവാൻ കഴിയുകയില്ല. അവന് ജയിക്കണം, അതവന്റെ ലക്ഷ്യമാണ്. കാരണം ഈ ലോകത്തുള്ള സകല മനുഷ്യരും പ്രായം കുറഞ്ഞവരാണെങ്കിലും പ്രായം കൂടിയവരാണെങ്കിലും ഓരോരുത്തരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ 2 യാത്രക്കാരാണ് ഇവിടെയുള്ളത്. കുറച്ചു ദൂരം അവർ നടന്നിരിക്കുന്നു, ചിലർ വളരെ അകലെ എത്തിയിരിക്കുന്നു. എന്തായിരുന്നാലും അതിൽ ഒരു വിഭാഗം ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയും മറ്റൊരു വിഭാഗം ദൈവത്തിന്റെ ന്യായവിധിയെ നേരിടുകയും ചെയ്യും. അതുണ്ടാകാതിരിക്കാനാണ് തിരുവചനത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന്. അവിടെയെല്ലാം വലിയ വലിയ ഫാക്ടറികൾ പണിയണമെന്നോ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അതുപോലെ വലിയ ബിസിനസ് ശൃംഖലകൾ നിർമ്മിക്കാനോ അല്ല യേശു പറഞ്ഞത്. ഈ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിന്റെ രക്ഷയുടെയും സന്ദേശം നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം അറിയിക്കണമെന്നാണ്.
പ്രിയമുള്ളവരെ, ഇന്നും ലോകത്ത് ഏറ്റവും അധികം പ്രസംഗിക്കുന്ന വിഷയം സുവിശേഷമാണ്. അത് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണ്. സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നിനക്ക് നഷ്ടമായാൽ ആത്മാവിന്റെ വില ദൈവത്തിന് മാത്രമേ അറിയൂ, മറ്റൊരു മനുഷ്യനും അറിഞ്ഞുകൂടാ. അതാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്ന് ഈ സാക്ഷികളാകുവാൻ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ഒന്നേ പറയുവാനുള്ളൂ. അത് യേശു മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണ്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനിൽ ആര് വിശ്വസിക്കുന്നുവോ അവന് നിത്യജീവനുണ്ട്. കാരണം ഒരു മനുഷ്യനേറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടമാണ് ഇവിടെ ജീവിക്കുന്നത്. അത് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖം, ദുരിതം, രോഗം ഇതെല്ലാം അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല പ്രിയമുള്ളവര്. മനുഷ്യന്റെ ഈ ജഡം മാത്രമാണ് ഇവിടെ തീർന്നു പോകുന്നത്. എന്നാൽ അവന്റെ ആത്മാവോ അത് അവന് ദാനമായി നൽകിയ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരും. അന്ന് പിതാവായ ദൈവം ന്യായവിധിയൊക്കെയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം മാനവരാശിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനാണ് മരിച്ചത്, മറ്റാരും മരിച്ചിട്ടില്ല. കാരണം രക്തം ചിന്താതെ പാപത്തിന് മോചനമില്ല, പരിഹാരമില്ല എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നു. സ്നാനമെന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താലുള്ള ഒരു കഴുകലാണ്, കുളിക്കുകയാണ്. അവന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ തളിക്കപ്പെടുക എന്ന് പറയുന്നു. അവന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം സ്ഥാപിക്കുകയാണ്. അപ്രകാരം ചെയ്ത മനുഷ്യനെ അവനാണ് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയെ ഈ ലോകത്തിന് കീഴടക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ ലോകം എന്താണെന്ന് ആ പുതിയ സൃഷ്ടിക്ക് അവന്റെ കണ്ണുകൾ, ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ മനസ്സിലാകും ഈ ലോകം പാപത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്നും അത് ഒരിക്കലും മനുഷ്യന് അനുകൂലമല്ല, മനുഷ്യന് പ്രതികൂലമാണ് എന്നുള്ളത്. അത് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഈ പരിശുദ്ധാത്മാവ് തളിക്കപ്പെട്ട മനുഷ്യർക്കാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. പുതിയ സൃഷ്ടിക്ക് ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി ആയി തീർന്നിരിക്കുന്നു. ആ പുതിയ സൃഷ്ടിയാകുവാനാണ് ദൈവം തന്റെ രക്തവും ജീവനും ഈ മനുഷ്യന് വേണ്ടി ദാനമായി നൽകിയത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 33-36 വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഒരാഴ്ച പ്രാർത്ഥിച്ചു, വലിയ വിഷയമാണ്. രണ്ടാഴ്ച പ്രാർത്ഥിച്ചു, ലഭിക്കുന്നില്ല, വലിയ വിശ്വാസമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന് വിചാരിച്ച് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുകയോ പ്രാർത്ഥനയെ അലസമായി തള്ളിക്കളയുകയോ, ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചിലപ്പോൾ സ്വന്തം വീട്ടിലുള്ളവർ വരെ ചോദിച്ചെന്നിരിക്കും. എന്നാലും ദൈവത്തിൽ വിശ്വാസമുള്ളവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അവന്റെ പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവം അവന് വേണ്ടി ഒരു ദിവസം പ്രവർത്തിക്കും. അതുവരെയും അവൻ ജീവിച്ചിരിക്കും. അവന്റെ പ്രതികൂലം എത്ര വലുതാണെങ്കിലും അവൻ നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇത്രയും വലിയൊരു പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ കഴിയണം. അത് നാം പ്രാപിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ മനുഷ്യനും ആയിരിക്കേണ്ടത് എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയാണ്. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അവൻ അലസനായിരുന്നു കഴിഞ്ഞാൽ അവന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കഴിയുകയില്ല. അവൻ ആ പരീക്ഷ എഴുതി ജയിച്ചെങ്കിൽ മാത്രമേ അവന്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. അതുപോലെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കണം. നാം വിശ്വസിച്ച് നമ്മുടെ ആവശ്യം ദൈവത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. റേഷൻ കട നടത്തുന്നവരോടോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും നമുക്ക് നിയമപരമായി ലഭിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ലഭിക്കുവാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം നൽകിത്തരുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള വിശ്വാസം എത്ര ശക്തമായി നമുക്കുണ്ടോ, നാം ദൈവത്തിൽ എത്ര ഭയങ്കരമായി വിശ്വസിക്കുന്നുവോ അതനുസരിച്ച് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന അനുഭവവും വലുതായിരിക്കും. പഴയ നിയമത്തിൽ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറയുന്ന 3 ചെറുപ്പക്കാരോട് രാജാവ് പറഞ്ഞു, ഞാൻ നാട്ടി നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ താളമേളങ്ങളൊക്കെ ഒഴുങ്ങുമ്പോൾ അതിനെ നമസ്കരിച്ചില്ല എങ്കിൽ ഇവിടെ ശിക്ഷ എഴുതി വച്ചിരിക്കുന്നത് എരിയുന്ന തീച്ചുളയിലേക്ക് അവരെ വലിച്ചെറിയുമെന്നായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ നമസ്കരിക്കുന്നുവോ? ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നാട്ടിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് തന്നെ അവർ ഉറക്കെ പറഞ്ഞപ്പോൾ അവരെ വലിച്ചു തീയിലേക്ക് എറിയുകയും അവരെ എറിഞ്ഞവർ ദഹിച്ചു പോകുകയും 3 പേരെ തീയിലേക്ക് എറിഞ്ഞെങ്കിൽ 4 പേർ തീയിൽ കൂടി നടക്കുന്നത് രാജാവ് കാണുവാൻ ഇടയായി തീർന്നു. രാജാവ് അവരെ കരയ്ക്ക് കയറ്റി അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ ഇനി ആരാധിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ വിശ്വാസമാണ് ആവശ്യം. വിശ്വാസമില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നൊന്നും ലഭിക്കുകയില്ല എന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നുണ്ട്. ആ കടലിലെ തിര പോലെയാണ് അത് അടിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ആവശ്യം എത്ര വലുതാണെങ്കിലും അത് സാധിച്ചു തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടെ നിങ്ങളുടെ എത്ര വലിയ വിഷയമാണെങ്കിലും അത് നിങ്ങൾക്ക് ദൈവം സാധിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.